റിയാദിലുള്ളവർക്ക് ഈ വിൻ്റർ സീസണ് പോകാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലത്തോട്ടാണ് ഞങ്ങൾ ഈ വെക്കേഷന് പോയത്. റിയാദ് ടു അബഹ ത്രൂ റോഡ് ആണെങ്കിൽ ഒരു 10 hours, ഫ്ലൈറ്റ് ആണെങ്കിൽ വെറും 1.5 മണിക്കൂറും കൊണ്ട് എത്താൻ പറ്റിയ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. ആദ്യത്തെ ഞങ്ങൾ 2 ദിവസം വളരെ ബ്യൂട്ടിഫുൾ ആക്കി തന്നത് ലീം ഹോളിഡേയ്സ് ആണ്. അവരായിരുന്നു നമ്മുടെ സ്റ്റേ ആൻഡ് അക്കോമഡേഷൻ. ഗോൾഡൻ തുലിപ്പ് ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ സ്ട്രോബെറി ഫാമിലോട്ട് പോകുന്ന വഴികളാണ് ഈ കാണുന്നത്. കോടമഞ്ഞും മൂടൽമഞ്ഞും ഒക്കെ പൊതിഞ്ഞു മൂടിയ ഒരു കാഴ്ച. നല്ല തണുത്ത കാറ്റിൽ ഡാൻസ് കളിക്കുന്ന കുഞ്ഞു വെള്ളപ്പൂക്കൾ. നല്ല അതിമനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ തണുപ്പുണ്ടായിരുന്നു. ഒരു നിമിഷം ഞങ്ങളൊന്ന് ചിന്തിച്ചു പോയി, ഇത് സൗദി തന്നെ ആണോ എന്നുള്ളത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അടുത്തത് എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന സ്ട്രോബെറീസ്. ഇതിങ്ങനെ ആദ്യമായിട്ടല്ല കഴിക്കുന്നത്, പക്ഷേ ഇവിടുത്തെ സ്ട്രോബെറീസിന് ഭയങ്കര മധുരമാണ്. കംപ്ലീറ്റ്ലി സ്വീറ്റായ സ്ട്രോബെറീസ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ എന്തായിരിക്കും ഫീൽ, അതായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഞാനിവിടെ വന്നപ്പം തൊട്ട് കാണുന്ന വേറൊരു കാഴ്ചയാണ് കേട്ടോ. അബഹയുടെ മെയിൻ അട്രാക്റ്റീവായിട്ട് പറയേണ്ട വേറൊരു കാര്യമാണ് ഈ പൂക്കൾ. നല്ല ബ്യൂട്ടിഫുള്ളായ ബോഗൻവില്ല ഫ്ലവേഴ്സാണ് നമുക്ക് ചുറ്റും ഇവിടെ കാണാൻ സാധിക്കുന്നത്. എവിടെ നോക്കിയാലും വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റിയ സ്പോട്ടുകൾ. അങ്ങനെ അത് നമ്മൾ കഴിഞ്ഞ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനാണ് അൽ സൗദ വ്യൂ പോയിൻറ്റ്. അതായത് അബഹയിൽ വരാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചാടി പോന്നേക്കും കേട്ടോ. അത്ര നല്ല ക്ലൈമറ്റാണ്. കോടമഞ്ഞൊക്കെ അടിച്ചിങ്ങനെ കയറാണ്. നമ്മുടെ നാട്ടിലത്തെ മൂന്നാർ ഊട്ടിയൊക്കെ നമ്മൾ ഒരു നിമിഷം ഓർത്തു പോകും കേട്ടോ. അത്ര നല്ല കാറ്റും തണുപ്പുമാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നിടം വരെ ബായ്.